ജനതയെ കർത്താവ് വെളിപ്പെടുത്തി തരിക. അടയാളം കിട്ടിയാൽ മാത്രം ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുക. എനിക്ക് വിസ അടിച്ച് കിട്ടുവാണെങ്കിൽ, എന്റെ കയ്യിൽ രോഗശാന്തി സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കും. അതാണ് എന്റെ വിശ്വാസം. അടയാളങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചു, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു. പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടതല്ല. നമ്മുടെ വിശ്വാസം ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കും. ചെറിയൊരു കൈവരല് നൂരുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ സുഖപ്പെടുന്നതോ വിസ കിട്ടുന്നതോ അല്ല അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം കാണുവാനാണ് ദൈവത്തിന് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള അപ്പം, ആ അപ്പത്തില് ദൈവിക ജീവൻ വന്ന് നിലനിൽക്കുന്നത് ഓരോ ഇസ്രായേൽ മക്കളും കാണേണ്ടത്. മക്കളെ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത് എന്റെ ഈശോയെ, നിന്റെ സാന്നിധ്യം അപ്പത്തിൽ നിൽക്കുന്നത് എനിക്കൊന്ന് കണ്ട് അനുഭവിക്കുവാനുള്ള കൃപ തരണമെന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കേണ്ടത്. നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല, നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു. നമ്മൾ ഓർത്ത് ചിന്തിച്ചു നോക്കി, എങ്ങനെ ഈ ആലോചിച്ച് വന്ന് പെട്ടതിന്റെ കാരണം എന്താ? ഈ അടയാളമൊക്കെ ഒന്ന് കണ്ടുകൊണ്ടാണ്. ഈ അടയാളം കണ്ടുകൊണ്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടേ? ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത് അവന്റെ വിശ്വാസത്തിലൂടെ കൃപ കണ്ടെത്തുക വേണ്ടേ? മറിയം പറഞ്ഞ പോലെ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അപ്പ ഞാൻ ആരുടെ ആത്മാവിനെ കാണും? ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ കാണാൻ സാധിച്ചാല് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അപ്പത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കണം. അതൊക്കെ ഇവിടെ ചേർന്നിക്കുക, ശരീരത്തോട് ചേർന്നിക്കുക. അതൊരു ഹൈന്ദവ സഹോദരി പറഞ്ഞ്, ഞാൻ വടമാളൊരു ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ വരുന്ന അനുഭവം. എന്റെ തമ്പുരാൻ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം എന്റെ ശരീരത്തോട് ചേർന്ന് എന്നെ കൊണ്ടുപോകുന്ന ഭവനത്തിലേക്ക് ആ ആഴ്ച മുഴുവനും എനിക്ക് എനിക്ക് സൗഭാഗ്യമുള്ള ദൈവാനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവൻ പിറ്റേ വെള്ളിയാഴ്ച എന്നെ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും. ഇതൊരു വിജാതി സ്ത്രീയുടെ വിശ്വാസമാണ്. അവിടത്തെ വിശ്വസിച്ച് ഈ അപ്പത്തിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പ്രഘോഷിച്ചപ്പോൾ അവൾ ആ വചനത്തെ വിശ്വസിക്കുക. ആ വചനം കൂടെ പോരുന്ന വചനമാണ്. ഒരാഴ്ച മുഴുവൻ എന്നെ സംതൃപ്തിപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ വചനമാണ് മക്കളെ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ആ വചനം എനിക്ക് സന്തോഷം തരിക. വെള്ളിയാഴ്ച വരെ സന്തോഷം തന്ന പിറ്റേ വെള്ളിയാഴ്ച വരെ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ സ്നേഹത്തിന്റെ അഭിഷേകം, അത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ ആത്മാവിനോട് എന്റെ ആത്മാവ് ചേർന്ന് നിൽക്കുന്നത് കലഹത്തിന്റെ ആണോ, അസൂയയുടെ ആണോ, വഞ്ചനയുടെ ആണോ, ദ്രവ്യാസക്തിയുടെ ആണോ, ഭോഗാസക്തിയുടെ ആണോ? എന്ത് ആത്മാവാണ് എന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നത്? ജഡത്തിന്റെ ആത്മാവാണോ? ചിന്തിച്ചു നോക്കി. നമുക്കറിയാം, മനസ്സിലാവും വിജയ പ്രാർത്ഥന കൂടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തോട് ഏത് ആത്മാവ് ചേർന്ന് കുറച്ചുകൂടി വെളിപ്പെടാൻ തുടങ്ങും. ചിലർ പറയും ശരീരത്തിലൂടെ എന്തോ ഒന്ന് എഴയുന്ന അനുഭവം ഉണ്ടാവും. അപ്പൊ അതെന്താ രൂപിയാണ്? നെഗറ്റീവ് അസ്വസ്ഥത ഉണ്ടാവുമോ? അപ്പൊ അവര് തന്നെ പറയും ഇതൊരു നെഗറ്റീവ് എനർജിയാണ്, ഒരു വൈശാചികമാണ്, ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാധനം. അത് എന്റെ ശരീരത്തോട് ചേർന്ന് ഇത് മാറിപ്പോണേ എന്താ ചെയ്യണ്ടേ? ഇത് ഈ അശുദ്ധി അല്ലെങ്കിൽ ഈ പാപ ആസക്തി എന്റെ ശരീരം വിട്ട് ഇറങ്ങിപ്പോണെങ്കിൽ ദൈവത്തിന്റെ ശരീരമായിട്ട് എന്റെ ശരീരമാണ്. അപ്പൊ എന്റെ ശരീരം ദൈവത്തിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് പരിശുദ്ധ കുർബാനയ. അപ്പത്തോട് ചേർന്ന് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ ദൈവജനമേ, എന്റെ ശരീരത്തിലുള്ള സകല അശുദ്ധിയെയും പാപവും പാപമാലിന്യങ്ങളും നീക്കപ്പെടുകയും മാറിപ്പോവുകയും പരിശുദ്ധമാവുകയും എന്റെ ശരീരം. ദൈവം കാണിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. ഒരു ദൈവ പൈതലിനെ ദൈവം പൈതലാക്കി പൂർണ്ണതയാക്കി മാറ്റുന്ന സ്നേഹത്തിന്റെ ഉദാശയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടർത്ഥം ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകും. പരിശുദ്ധ കുർബാന നിങ്ങൾ അനുസ്മരിക്കാൻ പറയും. കാൽവരിയിൽ അർപ്പിച്ച ബലി അതെവിടെ അനുസ്മരിച്ച് സിഹിയോൻ ഊട്ടുശാലയിൽ അവിടുന്ന് സ്ഥാപിക്കുക. എന്നിട്ട് കർത്താവ് പറയാം, ഇതിനു വേണ്ടി അധ്വാനിക്കുക, ഈ വചനത്തിന് വേണ്ടി, ഇതെന്റെ ശരീരത്തില് ഈ വചനങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ അതിശയ അഭിഷേകം ശക്തി വ്യാപരിക്കട്ടെ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ തിരുവചനം പറയുക, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരും. ദാഹിക്കുന്നവർ എങ്ങോട്ടാ വരണ്ടേ? ജലാശയത്തിലേക്ക്. ജലാശയം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണതയാണ്. കർത്താവിനെ ദാഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിനെ ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജലാശയത്തിലെ അഭിഷേകമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെടുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഇവിടെ നമ്മൾ വരാൻ കാരണം എന്താ? ഇവിടെ ഇത്ര ആത്മീയ അഭിഷേകം കാരണം എന്താ? വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധ കുർബാന സ്വീകരിച്ച സ്വീകരിച്ച അപ്പൊ ആ വിശുദ്ധിയുടെ അഭിഷേകം ഇവിടെ നിലനിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഈ ആലയത്തിലേക്ക്, ഇവിടെ ആയിരിക്കുന്ന ജനത്തിലേക്ക് വ്യാപരിക്കുവാൻ എളുപ്പം. അതുകൊണ്ട് വചനം പറയാൻ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ. പടമാണ് പള്ളിയുടെ പ്രത്യേകത. ഇതൊരു ജലാശയമാണ്, ഇതൊരു ജോർദാൻ നദിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നദിയിലേക്ക് കടന്നു വരുമ്പോൾ വിടുന്നുണ്ട് ജലമുണ്ട്. സംതൃപ്തമാകുന്നതോളം ജനം കുടിക്കുവാൻ, ആവശ്യാനുസരണം കുടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ആലയത്തിലുണ്ട്. കരങ്ങളുയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാമോ? വീണ്ടും വചനം പറയുക, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. ധനമില്ലാത്തവൻ വന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കട്ടെ എന്ന് പറയും. സമൃദ്ധിയുണ്ട് ഈ ജലാശയത്തിൽ. അതുകൊണ്ട് വലിയ ദൈവിക സമൃദ്ധിയുണ്ട്. അതുകൊണ്ട് നിർധനൻ എന്ത് ചെയ്യണം? ഈ ആലയത്തിൽ വന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കട്ടെ. എന്ത് ഭക്ഷിക്കാനാ? ആത്മീയ ഭോജനം നിങ്ങൾ ഭക്ഷിക്കുവാൻ, വചനം നിങ്ങൾ ഇഷ്ടം പോലെ സ്വീകരിക്കുവാൻ യെശയ്യായോട് ദൈവം പറയുകയും, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദൈവിക രക്തത്തെയാണ് വീഞ്ഞ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ജീവനെ കാണിക്കുക വീഞ്ഞിന്റെ സാദൃശ്യത്തിൽ. പരിശുദ്ധിയെ വെളിപ്പെടുത്തിയ പാലിന്റെ സാദൃശ്യത്തില് പരിശുദ്ധിയെ വെളിപ്പെടുത്തിയ ദൈവിക ജീവനും വിശുദ്ധിയും ആവശ്യത്തിന് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നേ? ഈ ജീവനുണ്ട്, അത് സമൃദ്ധമായിട്ട്. ഇവിടെ എന്തുണ്ട്? വിശുദ്ധിയുണ്ട്. വിശുദ്ധിയുള്ളിടത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്നത്. ഒരു വ്യക്തി വിശുദ്ധനായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതുവരെ കണ്ടുവരും ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ കൂടെ ഇറങ്ങി നിൽക്കുകയും. അപ്പൊ കരമൊന്ന് ഉയർത്തി, ഒന്ന് സ്വരമൊന്ന് ഉയർത്തി, വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ. വീണ്ടും പ്രവാചകൻ പറയാം, ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനും പണം കൊടുക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയാ സമ്പത്ത് ഉപയോഗിക്കുന്നത്? ആഹാരത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പണം മുടക്കുകയും. വീണ്ടും വചനം പറയുകയും, സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിനു അധ്വാനിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ, നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന്, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനല്ലാതെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്? വചനം പറയുക, നമ്മൾ അധ്വാനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുവാൻ, അല്ലെങ്കിൽ അത് ഭയങ്കര സുഖലോലിതയുള്ള ജീവിതമായി തീരുവാൻ വേണ്ടി അധ്വാനിക്കും. എന്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കും? നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി, നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ആ സമ്പത്ത് വിനിയോഗിക്കുകയാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. വീണ്ടും വചനം പറയുകയും, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും. നന്നായിട്ട് ഭക്ഷിക്കണം, പക്ഷേ വിശിഷ്ട ഭോജ്യങ്ങൾ, പരിശുദ്ധ കുർബാന, വിശിഷ്ടമായ ദൈവിക ഭോജ്യം, കർത്താവിന്റെ വചനം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ അപ്പം നിങ്ങൾ ഭക്ഷിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഭക്ഷിച്ചോ, പക്ഷെ ഒരു കാര്യം വേണം, ദൈവിക ശരീരവും ദൈവിക രക്തവും നിങ്ങൾ ഭക്ഷിക്കണം. കരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എന്റെ അടുത്ത് വന്ന് എന്റെ വാക്കു കേട്ടുവേ. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുക.
നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. നിങ്ങൾ ഞാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കണം. ഏത് ഉടമ്പടിയാ? പുതിയ ഉടമ്പടിയെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി. യെശയ്യായോട് പറയുക, നിങ്ങൾ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ വചനം കേട്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് എന്റെ ശരീരത്തോടും രക്തത്തോടും നിങ്ങൾ ചേർന്ന് നിൽക്കുവാൻ പ്രവാചക ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടും, മാറ്റം ഉണ്ടാകും. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് വസിക്കുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ അതിലൂടെ ഈ അപ്പത്തിൽ ആരോട് ദൈവമുണ്ട്? ദൈവം എങ്ങനെ വസിക്കുക? എന്റെ കൂടെ വന്ന് വസിക്കുവാൻ വേണ്ടിയല്ലേ അവൻ അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന്. ജനം എന്താ ഇഷ്ടപ്പെടുന്നേ? അപ്പം ഇഷ്ടപ്പെടുന്നേ. അവൻ അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിന് വേണ്ടിയാ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവനിലേക്ക് ഇറങ്ങി വരുവാൻ, എന്റെ കൂടെ വസിക്കുവാൻ അവിടുന്ന് അപ്പമായി തീർന്നിരിക്കുക. സ്നേഹത്തിന്റെ അപ്പമായി അവന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ സ്നേഹം കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് നിറയുക. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ദാവീദിനോട് കർത്താവ് സ്ഥിരമായിട്ട് സ്നേഹം കാണിച്ചു. അതുപോലെ നമ്മോട് സ്ഥിരമായിട്ട് അവൻ സ്നേഹം കാണിച്ചുകൊണ്ട് അവൻ കൂടെ വസിക്കുക. ഈ തമ്പുരാനെയാണ് പാപം ചെയ്യുമ്പോൾ ഉപേക്ഷിച്ച് കളയുന്നത്. പീഡിപ്പിക്കുന്ന ആരെ? എന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് ഞാൻ പീഡിപ്പിക്കുന്നത്. കൂടെ വസിക്കുന്ന തമ്പുരാനെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ വേദനിപ്പിക്കുക, മുറിപ്പെടുത്തുക. അവൻ എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. ഞാൻ പാപം ചെയ്യുമ്പോൾ അവൻ നഗ്നനാക്കപ്പെടുകയാണ്. ഞാൻ പാപമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, അവൻ അവനെ കുരിശിൽ തറക്കി നാം ഓരോരുത്തരും അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അവനെ നഗ്നതയിലൂടെ നമ്മൾ നടത്തുകയും. അതുകൊണ്ട് സൗളിനോട് ഈശോ പറഞ്ഞേ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഇന്ന് എന്റെ ജീവിത അവസ്ഥയ്ക്ക് കാരണം എന്താ? എന്റെ തകർച്ചയ്ക്കും എന്റെ ദാരിദ്ര്യത്തിനും ഈ പട്ടിണിക്കും ഒക്കെ കാരണം എന്താ? എന്റെ ജീവിതം തകർന്നിരിക്കുന്നതിന്റെ കാരണം എന്താ? നീ ക്രിസ്തുവിനെ പീഡിപ്പിക്കുക. കാരണം എന്താ? വചനം അനുസരിക്കാതെ, കൽപ്പനകൾ അനുസരിക്കാതെ പാപമാർഗങ്ങളിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള തമ്പുരാനെ നീ വേദനിപ്പിക്കുകയാണ്. തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഉള്ളിലുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിന്റെ ഈ വീഴ്ചയ്ക്ക് കാരണമെന്ന് സൗളിനോട് കർത്താവ് പറയുന്നത്. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ദൈവത്തിന്റെ വചനം ദൈവമക്കളുടെ ഉള്ളിൽ വസിക്കും. പാപമോ ഉള്ളിൽ വസിക്കും. തിന്മ പ്രവർത്തിക്കുവാൻ തിന്മയുടെ അരുവി എവിടെ വസിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവനെ തിന്മ ചെയ്ത് തിന്മയുടെ മാർഗങ്ങളിലൂടെ കൊണ്ടുപോയി ഇവനെ നശിപ്പിക്കുകയും നന്മയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുകയും വിശുദ്ധ അൽഫോൻസാമയിൽ വ്യാപരിച്ചത്, മരണം വരെ വ്യാപരിച്ചതാരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. യേശുവിന്റെ സാന്നിധ്യം അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഈ അമ്മയുടെ ആത്മാവിനെ ദൈവപുത്രൻ കൂട്ടിക്കൊണ്ട് പിതാവിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയി അവിടെ മഹത്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാലും തന്റെ ശരീരത്താലും പരിപൂർണമായി ഈ ഭൂമിയിൽ വെച്ച് മഹത്വീകരിച്ചുകൊണ്ട് പിതാവിന്റെ മഹത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവൾ അൾത്താര വണക്കത്തിന് അവൾ യോഗ്യയായി തീരുക. അവളുടെ സ്ഥാനം എവിടെയാ? ഈ നാട്ടിൽ ജീവിച്ച് നമ്മളെ പോലെയുള്ള ഒരു സഹോദരിയുടെ, പ്രിയപ്പെട്ടവരെ, അവളുടെ സ്ഥാനം എവിടെയാ? അൾത്താരയില. ഓരോ പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അൾത്താരയിൽ നിൽക്കുവാനുള്ള യോഗ്യത ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധനും പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലും അൾത്താരയിലുണ്ട്. സകല മാലാഖമാരും സ്വർഗവാസികളും ഭൂമിയിലേക്ക് കടന്നു വരുന്ന അത്ഭുതകരമായ നിമിഷമാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷം. കാണാൻ പറ്റും. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവിക രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ഇത് നിഗൂഢം അന്യയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വെളിപാട് ദിവസം 2-ാം അധ്യായം 17-ാം തിരുവചനം ഇത് നിഗൂഢം അന്യയാണ്. ഈ രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തും. ഈ രഹസ്യം ആഗ്രഹിച്ച് ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ
അനശ്വരമായ ദൈവിക അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചാൽ ദൈവപിതാവ് ഈ കാര്യങ്ങളെല്ലാം തന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ളവരാണ് വിശുദ്ധരായിരിക്കുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചക ഗ്രന്ഥം വെളിപ്പെടുത്തുക യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകത്തിലുള്ള പല ദേശത്തുള്ള ജനതകൾ നിന്നെ കാണുവാൻ വേണ്ടി ഓടിയെത്തും. പ്രവാചക ഗ്രന്ഥം വെളിപ്പെടുത്തുക. നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നത്? ദൈവ സാന്നിധ്യങ്ങളായി ഓരോ മക്കളും മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുക. അനശ്വരമായ അപ്പത്തെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് അനശ്വരമായ ദൈവിക അപ്പത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഈ അപ്പത്തിന് വേണ്ടി മാത്രം, ഈ അപ്പം ഭക്ഷിക്കുവാൻ വേണ്ടി മാത്രം. കർത്താവ് ഏദൻ തോട്ടം കൊടുത്തപ്പോൾ ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഭക്ഷിക്കരുത്. അത് തൊട്ടുപോലെ നോക്കരുത്. അതേ തമ്പുരാൻ തന്നെ നമ്മോട് പറയുക, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന്, ജീവന്റെ അപ്പത്തിൽ